റമദാൻ സ്പെഷ്യൽ നെയ്പത്തിരിയാണ് ഇന്നത്തെ വീഡിയോ. പുട്ടുപൊടി ഉപയോഗിച്ച് നെയ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിനുവേണ്ടി 1 കപ്പ് പുട്ടുപൊടി വേണം. അതിലേക്ക് 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനിയും ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഈ സമയം കൊണ്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകവും 8 ചുവന്നുള്ളിയും ചേർത്തൊന്ന് ചതച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ആ ചതച്ച തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് പത്തിരി പെർഫെക്റ്റ് ആയിട്ട് വരിക. നല്ല മയത്തിലെത്തുന്നത് വരെ തന്നെ കൈകൊണ്ട് കുഴയ്ക്കണം. ഇനി ഇതിൽ നിന്നും ചെറിയ വലുപ്പത്തിലുള്ള ഉരുളയെടുക്കാം. ഒരു വാഴയിലയിൽ അല്പം നെയ്മയമോ വെളിച്ചെണ്ണയുടെ മയമോ പുരട്ടിയിട്ട് മറ്റൊരു വാഴയില വെച്ച് അടച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചൊന്ന് അമർത്തിയാൽ മതി. പത്തിരി നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. ഈ പുട്ടുപൊടിക്ക് പകരം അരിപ്പൊടി ഉപയോഗിച്ചും ഇതേ രീതിയിൽ തന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി വെളിച്ചെണ്ണ ചൂടാക്കാം. പരത്തിയ പത്തിരി വറുത്തു കോരാം. ഒരു 45 സെക്കൻഡ് ഒക്കെ ആകുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. ഇനി ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തുമ്പോൾ കോരി മാറ്റാം.